നമസ്കാരം, ഇൻസിഡന്റിലേക്ക് സ്വാഗതം. കേവലം 20 മിനിറ്റ് സമയം മാത്രം ചൈനയ്ക്ക് നൽകിയാൽ അമേരിക്കൻ വിമാനവാഹിനികളെ എമ്പാടും തകർക്കാനുള്ള ശേഷിയാണ് അവർക്കുള്ളത്. അതിഭീകരമായൊരു താക്കീത് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. എന്നാൽ ട്രംപ് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾക്ക് പന്തിപ്പോൾ ചൈനയുടെ കോർട്ടിലാണ്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അവസാനിപ്പിക്കണമെന്ന് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ബുദ്ധിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അമേരിക്കയുടെ ആത്മവിശ്വാസം. എന്നാൽ മറുഭാഗത്ത് ഇറാനുമായിട്ടുള്ള സംഘർഷ സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആണവ കരാറിൽ രണ്ടാം ഘട്ട ചർച്ച റോമിൽ വെച്ച് സംഘടിപ്പിക്കാനുള്ളൊരു നീക്കത്തിൽ പുടിനെ കാണാൻ ഇറാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഒരു ഭീഷണി തന്നെയാണെന്ന് ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആണവായുധങ്ങൾക്കുള്ള നീക്കം നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇതുമായി ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള സൈനിക നടപടികളിൽ നിന്നും വളരെ വേഗത്തിൽ പിന്മാറും എന്ന് നിങ്ങൾ ആരും തന്നെ കരുതേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ശക്തമായി തന്നെ ഇറാനുമേൽ ചാരക്കണ്ണ് പതിപ്പിച്ചിട്ടുണ്ട്. ആണവ കരാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ഇറാന്റെ ആരോപണത്തിലായിരുന്നു ട്രംപ് ഇങ്ങനെ മറുപടി കൊടുത്തത്. ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ വഴിക്ക് ഇറാൻ വരുന്നില്ല എങ്കിൽ ടെഹ്റാനിൽ പല മേഖലകളും നിന്ന് കത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയെ ഇറാൻ പറ്റിക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ശനിയാഴ്ച ഒമാനിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞതുപോലും അണവായുധമെന്ന ആശയം ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് ഇറാൻ ഒഴിവാക്കണമെന്നും അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ ഒരു കാലത്തും കഴിയില്ല എന്ന് കൂടിയാണ് അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫും പറഞ്ഞത്. എന്നാൽ അമേരിക്കയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാനും. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ആ നിലപാടിനപ്പുറത്തേക്കില്ല എന്നും പറയുന്നു. പക്ഷേ ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങളെന്ന രീതിയിൽ ഇതിനു മുൻപും പല മേഖലകളെക്കുറിച്ചുള്ള സൂചന ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്രയധികം രഹസ്യമായി ചില കാര്യങ്ങൾ അവർ മൂടിവെക്കുന്നത്? അമേരിക്ക ഇറാൻ ആണവ കരാറിലെ രണ്ടാം ഘട്ട ചർച്ച ശനിയാഴ്ച ഇറ്റാലിയൻ തലസ്ഥാനമായിട്ടുള്ള റോമിൽ വെച്ച് നടക്കുമെന്നാണ് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതോടൊപ്പം ചൈനയെ സംബന്ധിച്ചും ചൈനയുമായും മറുഭാഗത്ത് വലിയ സംഘർഷ അവസ്ഥ ഉടലെടുക്കുന്ന രീതിയിൽ താരിഫ് യുദ്ധത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൈന ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിരോധ ശക്തിയായി മാറുന്നു. അതിനെ നിലയ്ക്ക് നിർത്താൻ ഒരു രാജ്യങ്ങൾക്കും സാധിക്കാത്ത തരത്തിലേക്ക് ഒരുപക്ഷെ മാറും. അതിൻ്റെ ഒരു താക്കീതാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായിട്ടുള്ള പീറ്റ് ഹെഗ്സത്ത് കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ കൈവശം ഇപ്പോഴുള്ള വലിയൊരു ആയുധ കലവറയുണ്ട്, ഹൈപ്പർസോണിക് മിസൈൽ ശേഖരം. ഇതിനെക്കുറിച്ചാണ് ഹെഗ്സത്തിന്റെ താക്കീതും. ചൈന വേണമെന്നൊന്ന് വിചാരിച്ചാൽ കേവലം ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തുച്ഛമായ 20 മിനിറ്റ് നേരം കൊണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ പൂർണ്ണമായും തകർത്ത് ഒടുക്കാമെന്നാണ് ഹെഗ്സത്ത് പറയുന്നത്. അത്രയധികം പ്രഹരശേഷിയും അത്രയും കമനീയമായ ശേഖരവുമാണ് ചൈനയുടെ കൈവശമുള്ളത്. ശബ്ദത്തിൻ്റെ പോലും 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഇവ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇതിൻ്റെ സാങ്കേതിക വിദ്യയുമുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് നട്ടെല്ല് തന്നെ അവരുടെ ഏറ്റവും ഫലവത്തായ അമേരിക്കൻ നേവിയാണ്. ആ നേവിയുടെ തന്നെ ഹൃദയം, ആ നേവിയുടെ ഏറ്റവും കരുത്ത് അത് വിമാനവാഹിനി കപ്പലുകളാണ്. ഈ വിമാനവാഹിനി കപ്പലുകളെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ട് ചാമ്പലാക്കാനായി ചൈനയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അമേരിക്ക ലോകത്താകമാനം പലയിടങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലും അമേരിക്കൻ ഭീമാകാരികളായിട്ടുള്ള വിമാനവാഹിനി കപ്പലുകൾ തന്നെയാണ് ഉരുക്കുകോട്ടയായി അവിടെ പ്രതിരോധം തീർക്കാറുള്ളത്. അമേരിക്കയുടെ ശക്തിയായി അറിയപ്പെടുന്നത് പോലും ഈ വിമാനവാഹിനി കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ തകർക്കുമെന്ന രീതിയിൽ ആരെങ്കിലും വളർന്നു വന്നാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഒരു കാലത്തും അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഇറാൻ ഫത്ത എന്നു പേരുള്ള 1400 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു മിസൈൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ശബ്ദത്തിൻ്റെ തന്നെ 15 മടങ്ങ് വേഗം കൈവരിക്കാൻ കഴിയുന്ന അതിനൂതനമായ അത്യാധുനിക മിസൈൽ. ഹൈപ്പർസോണിക് മിസൈലുകളെ സാധാരണഗതിയിൽ തടയാനോ ചെറുക്കാനോ ഒന്നും തന്നെ കഴിയില്ല. അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഫത്തായിൽ അധികമായിട്ടുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ കൂടി ഈ മിസൈലിനെ അപകടകാരിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ചൈനയും ഇറാനും ഒരുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്.
ഹൈപ്പർസോണിക് മിസൈലുകളിൽ പറന്നു പോകാൻ സാധ്യമാക്കുന്നത് സ്ക്രാംജെറ്റാണ്. അതായത് സൂപ്പർസോണിക് കംപ്രഷൻ റാംജെറ്റ് എന്ന എഞ്ചിൻ നൽകുന്ന ഊർജ്ജം. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി സമീപഭാവിയിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന വെല്ലുവിളികൾ അത് വളരെ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധ സാഹചര്യമായ കലുഷിതമായ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റാർക്ക് ഗുണം ചെയ്താലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തലും. അതിനിടയിൽ ഇന്ത്യ ചൈന വ്യാപാര യുദ്ധത്തിനിടയിൽ അമേരിക്കൻ വ്യോമയാന കമ്പനിയായിട്ടുള്ള ബോയിങ്ങിൽ നിന്നും ഇനി ജെറ്റുകൾ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിമാന കമ്പനികളോടൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ചൈന. അഥവാ വാങ്ങാനുള്ള തീരുമാനമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കൂ, നിർത്തൂ എന്നാണ് ചൈനയുടെ വാദം. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം മുറുകുന്നതിനിടയിലാണ് ചൈന ഇങ്ങനെ കടുത്തൊരു തീരുമാനമെടുത്തത്. അമേരിക്കൻ കമ്പനികളിൽ നിന്നും വിമാനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഭാഗങ്ങളും അനുബന്ധ ഭാഗങ്ങളും ഒക്കെ വാങ്ങുന്നത് ചൈനീസ് വിമാന കമ്പനികൾ നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീരുവ വർധന മൂലമുണ്ടായ ചെലവുകൾ നികത്താൻ ബോയിങ് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് ആഭ്യന്തര വിമാന കമ്പനികൾക്ക് സഹായം കൊടുക്കാൻ ചൈനീസ് സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പുതിയ താരിഫ് അനുസരിച്ച് അമേരിക്കൻ നിർമ്മിത വാഹനങ്ങളുടെ വിമാനങ്ങളുടെ പാർട്സുകളുടെയും വില ഇരട്ടിയോളം കൂടും. ഇത് ചൈനീസ് വിമാന കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാണ് സഹായ നടപടി സ്വീകരിക്കാൻ ചൈന തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 145% തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇതിനു പിറകെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 125% നികുതി ചൈനയും ചുമത്തിയിരുന്നു. ഇങ്ങനെ കലുഷിതമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താകും ഇനി ഭാവി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം മറുഭാഗത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഈ ആഴ്ച റഷ്യൻ സന്ദർശനം നടത്തുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. പുടിനുമായിട്ടുള്ള സന്ദർശനം തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിന്റെ 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യൻ സന്ദർശനം നടത്തുന്നത് പോലും. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ പരോക്ഷ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതിലൊന്നും തന്നെ ഒരു പുരോഗതിയുമില്ലായിരുന്നു. രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ആണവ കരാറിൽ ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തിയത് ബറാക് ഒബാമയുടെ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ഇന്നുവരെ സമാധാനപരമായത് മുന്നോട്ട് കൊണ്ടുപോകാനായി ഇതുവരെയും സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം അമേരിക്കയുടെ പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ചൈനയാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. പന്തിപ്പോൾ ചൈനയുടെ കോർട്ടിലും. ചൈന തങ്ങളുമായി കരാറിൽ ഏർപ്പെടണം. ഞങ്ങൾ ചൈനയുമായി കരാറിൽ ഏർപ്പെടേണ്ടതേയില്ല. ചൈന മറ്റു രാജ്യങ്ങളെക്കാൾ വലുതാണെന്നൊഴിച്ചാൽ മറ്റ് വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിലേർപ്പെടാൻ ഭയക്കുന്നില്ലെന്നാണ് ചൈനയുടെ മറുപടി. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നെങ്കിൽ ചൈനയ്ക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും അവസാനിപ്പിച്ചു വേണം അതിലേക്ക് കടക്കേണ്ടത്. തുല്യത, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറാവാമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറയുന്നത്. താരിഫ് യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്, അല്ലാതെ ചൈനയല്ല. ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം സൃഷ്ടിച്ചതും അമേരിക്കയാണ്. രാജ്യത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര വ്യാപാരം നീതിയുക്തമായി നടപ്പാക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായി ചൈന സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പൂർണ്ണമായും ന്യായവും നിയമപരവുമാണെന്നാണ് ലിൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് പുതിയ തീരുവ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഗുണകരമായി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതോടെ അമേരിക്ക റെക്കോർഡ് തീരുവയാണ് നേടിയത്. പണപ്പെരുപ്പം കുറഞ്ഞു, നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുവെന്നും ട്രംപ് തന്നെ വ്യക്തമാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.